ഹലോ എവ്രി വൺ. അൽമാഹിർ ടാലൻ്റ് എക്സാം LP വിഭാഗം എഴുതുന്ന കുട്ടികൾക്ക് സഹായകരമായ കുറച്ച് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ നമ്മൾ കുറച്ച് വീഡിയോസ് മുമ്പേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് കാണാനായിട്ട് ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ ചെന്ന് നോക്കിയാൽ മതി കേട്ടോ. അപ്പം നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന് നോക്കാം. മൻ യുറഫു ബി ഗാന്ധി കേരള. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? ആൻസർ കെ കേളപ്പൻ. ഉക്തുബ് ഷാസ് കൂട്ടത്തിൽപ്പെടാത്തത്. ഖദീജ, ആയിഷ, ഹഫ്സ, ഫാത്തിമ. ഈ ഖദീജ, ആയിഷ, ഹഫ്സ റളിയല്ലാഹു അൻഹ ഓരൊക്കെ എന്താണ്? നബിയുടെ ഭാര്യമാരാണ്. ഫാത്തിമ ബീവി നബിയുടെ മകളാണ്. അപ്പോൾ ഫാത്തിമ ബീവിയാണ് ഇതിൽ ഫാത്തിമ എന്ന പേരാണ് ഓട് വേണ്ടത്. അതിൻ്റെ തക്കോ ബർലമാനുൽ ഹിന്ദ്. ബർലമാനുൽ ഹിന്ദ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഡൽഹിയിലാണ് കേട്ടോ. മൻ യുറഫു ബി ഖലീഫത്തുൽ ഹാമിസ്. ഖലീഫത്തുൽ ഹാമിസ് അഞ്ചാമത്തെ ഖലീഫ എന്നറിയപ്പെടുന്നത് ആരാണ്? ആൻസർ ഉമർ ബിൻ അബ്ദുൽ അസീസ്. മാ ഹിയ ഖിബ്ലത്തുൽ ഊല ലിൽ മുസ്ലിമീൻ. മുസ്ലിമീങ്ങളുടെ ആദ്യത്തെ കിബില ഏതാണ്? ആൻസർ ബൈത്തുൽ മുഖദ്ദസ്. ഈദുൽ അൽഹ ഫി ഷഹരി. ഈദുൽ അൽഹ ബലി പെരുന്നാൾ ഏത് മാസത്തിലാണ്? ആൻസർ സിൽഹിജ്ജ. മത്താ യൗമുൽ ആലമി ലില്ലുഗത്തിൽ അറബിയ. വേൾഡ് അറബിക് ഡേ എന്നാണ്? ആൻസർ ഡിസംബർ 18. മാ ഇസ്മുൽ ഖദീമ ലിൽ മദീനത്തിൽ മുനവ്വറ. മദീനയുടെ ആദ്യത്തെ പേര് അല്ലെങ്കിൽ പഴയ പേര്? ആൻസർ യസ്രിബ്. ഫി അയ്യി യൗമിൻ യൗമു അറഫ. ഏത് ദിവസമാണ് അറഫ ദിനം? എന്നാണ്? ദിൽഹിജ്ജ 9. മത്താ യൗമു ദൂവലി ലിൽ മുദരിസീൻ. എന്നാണ് വേൾഡ് ടീച്ചേഴ്സ് ഡേ? ആൻസർ ഒക്ടോബർ 5. മത്താ യൗമുൽ ആലമി ലിൽ മുകാഫഹത്തിൽ മുഖദ്ദിറാത്ത്. വേൾഡ് ഡ്രഗ് അബ്യൂസ് ഡേ എന്നാണ്? ജൂൺ 26. മത്താ യൗമു ഷഹീദ് ഫീൽ ഹിന്ദ്. ഇന്ത്യയിൽ രക്തസാക്ഷി ദിനം എന്നാണ്? ജാനുവരി 30 കേട്ടോ. ഇനി മൻ ബന താജ്മഹൽ. താജ്മഹൽ നിർമ്മിച്ചത് ആരാണ്? മലികു ഷാജഹാൻ. ഇർഹമു മൻഫിൽ അർളി യർഹമക്കും മൻഫി സമാ. ഹദീസുൻ ഇത്തഫഖ ഫീഹി ഇമാം ബുഖാരി വ ഇമാം മുസ്ലിം. മാഹിയ. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ചേർന്ന് എഴുതിയ ഹദീസുകൾ എന്ത് പേരിൽ അറിയപ്പെടുന്നതാണ്? മുത്തഫഖുൻ ഇലൈഹി. ഐന യഖഉ മസ്ജിദുൽ അഖ്സ. മസ്ജിദുൽ അഖ്സ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? എവിടെയാണ്? ഫലസ്തീൻ. മൻ അവ്വലു ഖലീഫത്തും ഫിൽ ഇസ്ലാം. ഇസ്ലാമിലെ ആദ്യത്തെ ഭരണാധികാരി അല്ലെങ്കിൽ ഖലീഫ ആരാണ്? അബൂബക്കർ റളിയല്ലാഹു അൻഹു. ഐന തഖൂ കഅബ. കഅബ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ മക്ക. മാ ഹിയ അത്വലു ആയത്തും ഫിൽ ഖുർആൻ. ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത് ഏത്? ആയത്തുദ്ദൈൻ. ഐ സൂറത്തുൻ തുഅറഫു ബി അറൂസുൽ ഖുർആൻ. അറൂസുൽ ഖുർആൻ എന്നറിയപ്പെടുന്ന സൂറത്ത് ഏത്? സൂറത്തു റഹ്മാൻ. ഐ നബി യുഅറഫു ബി ഖലീലില്ല. ഖലീലുല്ല എന്നറിയപ്പെടുന്ന നബി ആരാണ്? ഇബ്രാഹിം അലൈഹിസ്സലാം. കം സൂറത്തും ഫിൽ ഖുർആനിൽ കരീം. ഖുർആനിൽ എത്ര സൂറത്തുകൾ ഉണ്ട്? 114. മൻ സഹാബി യുഅറഫു ബി അസദുല്ല. അസദുല്ല എന്നറിയപ്പെടുന്ന സഹാബി ആരാണ്? ഹംസ റളിയല്ലാഹു അൻഹു. ഐ സൂറത്തിൻ തുഅറഫു ബി ഖൽബിൽ ഖുർആൻ. ഖുർആൻ്റെ ഹൃദയം അതായത് കൽബ് എന്നറിയപ്പെടുന്ന സൂറത്ത് ഏതാണ്? സൂറത്ത് യാസീൻ. മാഹി അക്ബർ സൂറത്തുൻ ഫിൽ ഖുർആൻ. ഖുർആനിലെ ഏറ്റവും വലിയ സൂറത്ത് ഏത്? സൂറത്തുൽ ബഖറ. മൻ യുറഫു ബി ജിന്നൂറൈൻ. ജിന്നൂറൈൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ഖുലിൽ ഹഖു വലൗ കാന മുറ. കം അദദു അജ്സാഉൽ ഖുർആനിൽ കരീം. ഖുർആനിൽ എത്ര ജുസുകളുണ്ട്? 30. സൂറത്തുൽ ലത്തി തുഅറഫു ബി ഇസ്മി ഉമ്മുൽ ഖുർആൻ. ഉമ്മുൽ ഖുർആൻ. ഖുർആനിൻ്റെ ഉമ്മ എന്നറിയപ്പെടുന്ന സൂറത്ത് ഏതാണ്? സൂറത്തുൽ ഫാത്തിഹ. മാ സൂറത്തു സുക്കിറത് ഫീഹ ബസ്മല മറത്തൈനി. 2 ബിസ്മി വരുന്ന സൂറത്ത് ഏതാണ്? സൂറത്തു നംൽ. ഇസ്മു ആഖിർ സൂറത്തു ഗാഫിർ.
സൂറത്തുൽ ഗാഫിറിൻ്റെ പഴയ പേര് സൂറത്തുൽ മുഅ്മിൻ. അത്തഹുറു ഡാഷ് ഈമാൻ എന്നാണ്. അത്തഹുറു ഷത്റുൽ ഈമാൻ. മൻ ഹുവ റൂഹുൽ അമീൻ. റൂഹുൽ അമീൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ജിബ്രീൽ അലൈഹിസ്സലാം. മാ ഹുവ അസ്ഗറു സൂറത്തുൻ ഫിൽ ഖുർആൻ. ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്ത് ഏതാണ്? സൂറത്തുൽ കൗസർ. മൻ ഹിയ ഉമ്മു ഫാത്തിമ റളിയല്ലാഹു അൻഹു. ഫാത്തിമ റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മ ആരാണ്? ഖദീജ റളിയല്ലാഹു അൻഹ. ഇനി അയ്യു യൗമിൻ യൗമ ആഷുറ. ആഷുറ ദിനം എന്താണ്? മുഹറം 10. മൻ ഹുവ ഷാഇറു നബി. നബിയുടെ കവി ഷാഇർ എന്നറിയപ്പെടുന്നത് ആരാണ്? ഹസ്സാൻ ഇബ്നു സാബിത്ത്. ആഖിറു സൂറത്തും ഫിൽ ഖുർആൻ. ഖുർആനിലെ ഏറ്റവും അവസാനത്തെ സൂറത്ത് സൂറത്തുൻ നാസ്. സൂറത്തുൽ ഇഖ്ലാസ്. ഇസ്മു ഉഖ്റ മാഹിയ. സൂറത്തുൽ ഇഖ്ലാസിൻ്റെ ആദ്യത്തെ പേര് എന്താണ്? സൂറത്തു തൗഹീദ്. നബിയെ യുറഫു ബി റൂഹില്ല. റൂഹില്ല എന്നറിയപ്പെടുന്ന നബി ആരാണ്? ഈസ അലൈഹിസ്സലാം. ഇസ്മു സൗജത്ത് ഫിർഔൻ. ഫിർഔൻ്റെ ഭാര്യയുടെ പേര് എന്താണ്? ആസിയ. മൻ യുറഫു ബി അബിൽ ഖാസിം. ഖാസിമിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ യുറഫു ബിൽ ഫറൂഖ്. ഫറൂഖ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഫാറൂഖ് എന്നറിയപ്പെടുന്ന ആരാണ്? ഉമർ ഇബ്നുൽ ഖത്താബ്. ഫി അയ്യി ലൈലത്തിൻ നസലൽ ഖുർആനു. ഖുർആൻ ഇറക്കപ്പെട്ടത് എന്നാണ്? ലൈലത്തുൽ ഖദ്ർ. കം അദദ് സൂറത്തുൽ മക്കിയ. മക്കിയായ സൂറത്തുകൾ എത്ര? 86. കം അദദ് സൂറത്തുൽ മദനിയ. മദനിയായ സൂറത്തുകൾ എത്ര? 27. ബിമ തുഅറഫു സൂറത്തുൽ ലത്തി നുസിലത്ത് ഖബിലൽ ഹിജ്രിയ. ഹിജ്റയുടെ മുമ്പ് ഇറങ്ങിയ സൂറത്തുകൾ സൂറത്തുൽ മക്കിയ എന്നും ഹിജ്റയുടെ ശേഷം ഇറങ്ങിയ ബിമ തുഅറഫു സൂറത്തുൽ ലത്തി നുസിലത്ത് ബഅദ് ഹിജ്രിയ. ഹിജ്റയുടെ ശേഷം ഇറങ്ങിയത് എന്ത് ചെയ്യുന്നു? സൂറത്തുൽ മദനിയ എന്ന് പറഞ്ഞ് അറിയപ്പെടുന്നു. മാ ഇസ്മുൽ ഗാറുല്ലദി നസല ഫി വഹ്യു അവ്വല മറ. ആദ്യമായിട്ട് വഹി ഇറങ്ങിയ ഗുഹയ്ക്ക് എന്ത് പേര് പറയുന്നു? ഗാറു ഹിറ. മാ ഹിയ സൂറത്തുൽ ലത്തി സുമ്മിയത് ബി ഇസ്മി മിനൽ അയ്യാമിൽ ഉസ്ബു. അതായത് ആഴ്ചയിലെ ഒരു ദിവസം വെച്ചിട്ട് ഒരു സൂറത്ത് അറിയപ്പെടുന്നുണ്ട്. ആഴ്ചയിൽ ഒരു ദിവസം വെച്ച്. ഏതാണ്? സൂറത്തുൽ ജുമുഅ. കം അദദുൽ ഹുറൂഫ് ഷംസിയ ഫിൽ ഹുറൂഫിൽ ഹിജായിയ. അറബി അക്ഷരങ്ങളിൽ എത്ര ഷംസിയായ അക്ഷരങ്ങളുണ്ട്? എത്രയാണ്? 14. കം അദദുൽ ഹുറൂഫിൽ ഖമരി ഫിൽ ഹുറൂഫിൽ ഹിജായിയ. അതായത് കമരിയായ അക്ഷരങ്ങൾ അറബി അക്ഷരമാലയിൽ കമരിയായ അക്ഷരങ്ങൾ 14, ഷംസിയായ അക്ഷരങ്ങൾ 14ആണുള്ളത്. ഇനി മാ ഹുവ ആസിമത്തു ഖത്തർ. ഖത്തറിൻ്റെ തലസ്ഥാനം എവിടെ? ദോഹ. മൻ ഹുവ അവ്വലു വസീറു തർബവിയ വ തഅലീം ബി കേരള. കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആര്? ജോസഫ് മുണ്ടശ്ശേരി. മൻ അല്ലഫ നഷീദത്തുൽ വത്തൻ. ദേശീയ ഗാനം രചിച്ചതാര്? രവീന്ദ്രനാഥ് ടാഗോർ. മൻ അവ്വല വസീറുൽ വുസറ മുസ്ലിം ലി വിലായത്ത് കേരള. കേരളത്തിലെ ആദ്യത്തെ മുസ്ലിമായ മുഖ്യമന്ത്രി ആരാണ്? CH മുഹമ്മദ് കോയ. മാ ഹിയൽ ഫാക്കിഹത്തുൽ വത്തനി ലിൽ ഹിന്ദ്. ഇന്ത്യയിലെ ദേശീയ ഫലം എന്താണ്? മാങ്ങ. ഓക്കെ, മാഞ്ച, അതായത് അമ്പച്ച എന്നൊക്കെ പറയും. മാ ഹിയൽ ഫാക്കിഹത്തുൽ വത്തനി ലി കേരള. കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലം ഏതാണ്? ഫനസ്, ചക്ക. മാഹി ആസിമത്തുൽ ഹിന്ദ്. ഇന്ത്യയുടെ തലസ്ഥാനം ന്യൂഡൽഹി. വൈക്കം മുഹമ്മദ് ബഷീർ യുറഫു ബിസ്മി. വൈക്കം മുഹമ്മദ് ബഷീർ അറിയപ്പെടുന്ന പേര് ബേപ്പൂർ സുൽത്താൻ. മാഹിയ അസ്ഗറു മുഖാത്തഅ ഫി കേരള. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ. മാഹി ആസിമത്തു കേരള. കേരളത്തിൻ്റെ തലസ്ഥാനം തിരുവനന്തപുരം. മൻഹുവ അബുൽ വത്തനിൽ ഹിന്ദ്. ഇന്ത്യയുടെ രാഷ്ട്ര പിതാവാര്? മഹാത്മാഗാന്ധി. ഫി അയ്യി യൗമി യുഹ്തഫിൽ യൗമുൽ ഖിറാഅ. വായനാ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? യൂനിയു 19. മാ ഹുവ അക്ബർ മുഖാത്തത്തും ഫി കേരള. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി. മൻ യുലഖബു ബി റജുലി സാറുഹ്. റജുലി സാറുഹ് എന്നറിയപ്പെടുന്ന ആരാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാം. മാ ഹിയ ഉംലത്തുൽ ഹിന്ദ്. ഇന്ത്യയുടെ
കറൻസി എന്താണ്? റൂബിയ. മാഹിയ നഷീദത്തുൽ വത്തനിലിൽ ഹിന്ദ്. ഇന്ത്യയുടെ ദേശീയ ഗാനം ഏതാണ്? ജനഗണമന. ഫി അയ്യി മുഖാത്തയത്തിൻ തക്കോ കലാത്തിൽ ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഏത് ജില്ലയിലാണ്? കാസർഗോഡ്. ഫി അയ്യി മദീനത്തിൻ കേരള യൂജതു ഖിത്താറ് മെട്രോ ട്രെയിൻ സഞ്ചരിക്കുന്ന കേരളത്തിലെ മദീന വെച്ചാൽ പട്ടണം ഏതാണ്? കൊച്ചി. മത്താ യൗമുൽ ആലമീനിൽ മിയാഹ്. വേൾഡ് വാട്ടർ ഡേ എന്താണ്? മാർച്ച് 22. മത്താ യൗമുൽ ഖിറാഅ. വായനാ ദിനം എന്താണ്? ജൂൺ 19 കേട്ടോ. അവ്വലു റഈസുൽ വസ്റാഉ ഫി കേരള. കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാട്. കമ അദദുൽ അർഖാമ ബി ബിത്താഖത്തി ആധാർ. ആധാർ കാർഡിൽ എത്ര നമ്പറുകളുണ്ട്? 12. മത്താ യൗമുൽ ഖമർ. ഖമറി അതായത് മൂൺ ഡേ എന്താണ്? ചാന്ദ്രദിനം. ജൂലൈ 21. മാഹിയ യൗമുൽ ആലമി ലിൽ ബരീദ്. യൗമുൽ ആലമി ലിൽ ബരീദ് എന്നാണ്? ഒക്ടോബർ 9. മുൻഷി ദസ്തൂറുൽ ഹിന്ദ് ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ് കേട്ടോ. ഫി അയ്യി മുഖാത്തയത്തിൻ യക്കോ മത്താറു കാലിക്കോട്ട്. കാലിക്കോട്ട് എയർപോർട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മലപ്പുറം. മാഹിയ ഉംലത്തു കുവൈത്ത്. കുവൈത്തിൻ്റെ കറൻസി എന്താണ്? ദീനാർ. മാഹിയ അവ്വൽ ഷഹരിൻ മിൻ തഖ്വീമിൽ മലയാളം. മലയാള കലണ്ടറിലെ ആദ്യത്തെ മാസം ഏതാണ്? ചിങ്ങം. കമ അദദുൽ മുഖാത്തഅത്ത് ഫി കേരള. കേരളത്തിൽ എത്ര ജില്ലകളുണ്ട്? 14. മാഹിയൽ ഹൈവാനിൽ വത്തനി ലിൽ ഹിന്ദ്. ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതാണ്? ബബ്ർ അതായത് ടൈഗർ. അയ്യി നഹരി യുറഫു ബി നിള. നിള എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ഭാരതപ്പുഴ. ഐനത്ത് യക്കൗം മബിനൽ ബർലമാനുൽ ഹിന്ദ്. ബർലമാനുൽ ഹിന്ദ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ന്യൂഡൽഹി. മൻ ഹുവ അവ്വൽ വസീറുൽ തഅലീം ഫിൽ ഹിന്ദ് ബഅദൽ ഇസ്തിഖ്ലാൽ. സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? മൗലാന അബുൽ കലാം ആസാദ്. ഫി അയ്യി മുഖാത്തയത്തിൻ തക്കോ ജാമിയത്തു കാലിക്കറ്റ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? മലപ്പുറം. ഫി അയ്യി ബലത്തിൻ തക്കോ ഹിരോഷിമ നാഗസാക്കി. ഹിരോഷിമയും നാഗസാക്കിയും നടന്ന രാജ്യം യബാൻ. മൻഹുവ ജപ്പാൻ കേട്ടോ. മൻഹുവൽ മുലക്കബു ബിറജുലിൽ ഹദീദിൽ ഹിന്ദ്. റജുലിൽ ഹദീദിൽ ഹിന്ദ് എന്ന ലക്കബുള്ളത് ആർക്കാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. ഉരുക്കു മനുഷ്യൻ എന്ന് കേട്ടോ. മൻഹുവ അവ്വൽ മസ്ജിദും ഫിൽ ഹിന്ദ്. ഇന്ത്യയിലെ ആദ്യത്തെ പള്ളി മസ്ജിദ് ജാമിയ ഷേരമാൻ. മാഹിയ ആസിമത്തു മംലക്കത്തുൽ അറബിയ സൗദിയ. സൗദി അറേബ്യയുടെ കറൻസി അല്ല തലസ്ഥാനം റിയാദ്. മാഹുവ അത്വലു നെഹ്റും ഫി കേരള. കേരളത്തിലെ ഏറ്റവും വലിയ അതായത് നീളം കൂടിയ നദി പെരിയാർ. മാഹുവ മുലക്കബു ബിറജുലി തുയൂരിൽ ഹിന്ദ്. പക്ഷി മനുഷ്യൻ. ഇന്ത്യയുടെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ഡോക്ടർ സാലിം അലി. ഐനത്തക്കോ മഹ്കമത്തുൽ ഉലിയ ഫി വിലായത്ത് കേരള. കേരളത്തിൻ്റെ ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? കോഷിൻ. മാ ഹുവ ഇസ്മു ആഖിർ ലി മക്ക. മക്കയുടെ ആദ്യത്തെ പേര് ബക്ക. മാ ഹുവ സഹബുൽ അസ്വദ്. കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്നത് ഫുൽഫുൽ കുരുമുളക്. മാ ഹുവ അവ്വൽ മുഅജ്ജിം ലുഅത്തിൽ അറബിയ. അറബി ഭാഷയിലെ ആദ്യത്തെ ഡിക്ഷണറി ഏതാണ്? കിതാബുൽ ഐൻ. ഐനത്തക്കോ ബവാബത്തുൽ ഹിന്ദ്. ഇന്ത്യൻ ഗേറ്റ് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ന്യൂഡൽഹി. മാഹി ആസിമത്തു ദൗലത്തു ഇമാറാത്തിൽ അറബിയൽ മുത്തൈദ. അതായത് UAEയുടെ തലസ്ഥാനം അബുദാബി. മത്താ യൗമുൽ ആലമി ലിൽ ബി. വേൾഡ് എൻവിറോൺമെൻറ്റ് ഡേ എന്നാണ്? ജൂൺ 5.
മത്താറാത്തി ദൗലി ഫി കേരളത്തിൽ എത്ര എയർപോർട്ട് ഉണ്ട്? 4. മാ യൽ ഫറാഷാത്തു റസ്മിയാലി വിലായത്ത് കേരളത്തിൻ്റെ ഔദ്യോഗിക ഫറാഷ പൂമ്പാറ്റ ഏതാണ്? ചിത്രശലഭ ഏതാണ്? ബുദ്ധ മയൂരി. മൻ ഹാസിഹി ഷഖ്സിയത്തിൽ അലീമത്ത് ഫിസൂറ, ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് ആരാണ്? സുനിത വില്യംസ്. മാഹി ഉംലത്തു ഖത്തറിൻ്റെ കറൻസി എന്താണ്? റിയാൽ. മാഹിയ ആസിമത്തു ഒമാനിൻ്റെ തലസ്ഥാനം മസ്കത്ത്. മാഹി ആസിമത്തു കർണാടകയുടെ തലസ്ഥാനം ബംഗളൂരു. മാഹി ഉംലത്തു ദൗലത്ത് ഇമാറാത്തിൽ അറബിയൽ മുത്തഹിദ, UAE കറൻസി ദിർഹം. കം ലൗനം ഫി ലിവാഇൽ ഹിന്ദ്, ഇന്ത്യൻ പതാകയിൽ എത്ര നിറങ്ങളുണ്ട്? എത്ര എണ്ണുണ്ട്? 3. അയിന യക്കൗ ചാർമിനാർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഹൈദരാബാദ്. താഇറുൽ വതനിൽ ഹിന്ദ്, ഇന്ത്യയുടെ ദേശീയ പക്ഷി ഏതാണ്? താഊസ് മയിൽ. ബന മലികു ഷാജഹാൻ താജ്മഹൽ തിസ്കാരി, ഷാജഹാൻ താജ്മഹൽ നിർമ്മിച്ചു ആരുടെ ഓർമ്മയ്ക്കാണ്? മുംതാസ് മഹലിൻ്റെ സ്മരണയ്ക്കായിട്ട്. നെഹ്തഫിലു യൗമുൽ ഹുഖൂഖുൽ ഇൻസാൻ, വേൾഡ് മനുഷ്യാവകാശ ദിനം എന്നാണ്? ഡിസംബർ 10. കം അദദുൽ ലാഇബീന ഫി കുറത്തിൽ കദം ഫുട്ബോൾ കളിക്കാൻ എത്ര അംഗങ്ങളാണ് ഉണ്ടാവുക? 11. അയിന ജറത് കഅസുൽ ആലം 2022 ലിൽ കുറത്തിൽ കദം, 2022 കുറത്തിൽ കദം വേൾഡ് ഫുട്ബോൾ കപ്പ് നടന്നത് എവിടെ വെച്ചാണ്? ഖത്തർ. സഹൽ അബ്ദുസമദ് മഷ്ഹൂറും ഫിൽ ലഅബി, സഹൽ അബ്ദുസമദ് ഏത് കളിയിലാണ് പ്രശസ്തനാകുന്നത്? കുറത്തിൽ കദം ഫുട്ബോൾ. ഐ ഫിർക്കത്തിൻ നാലത് കഅസുൽ ആലം ഫിൽ കുറത്തിൽ കദം 2022, ഏത് ടീമാണ് 2022 കുറത്തിൽ കദം എന്താണ് വിജയിച്ചത്? ഏത് ടീമാണ്? അർജൻറ്റീന. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.